1991 വടകര ബേപ്പൂർ മോഡൽ കോലിബി സഖ്യം കേരള രാഷ്ട്രീയത്തിൽ ഏറെ കുപ്രസിദ്ധമാണ്. എന്തായിരുന്നു കോലിബി സഖ്യം? ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. 1991 ലോക്സഭയിലേക്കും കേരള നിയമസഭയിലേക്കും ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ പരാജയം മണത്ത UDF നേതൃത്വം BJPയുമായി രഹസ്യധാരണയുണ്ടാക്കിയെന്നാണ് ആരോപണം. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും BJP പൊതു സ്വതന്ത്രരെ സ്ഥാനാർത്ഥിയാക്കും. ഇവിടെ കോൺഗ്രസും ലീഗും BJPയെ സഹായിക്കും. പകരം കേരളമാകെ BJP UDFനെ സഹായിക്കും. UDFനെ പിന്തുണയ്ക്കുന്നതിന് പ്രതിഫലമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJP നേതാവ് KG മാരാർക്കെതിരെ ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തുകയും വോട്ട് മറിച്ചു നൽകി മാരാരെ വിജയിപ്പിക്കുകയും ചെയ്യുക. ഇതായിരുന്നു ധാരണ പ്രകാരം ബേപ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഡോക്ടർ K മാധവൻകുട്ടിയെ നിർത്താനും വടകരയിൽ അഡ്വക്കേറ്റ് രത്നം സിംഗിനെ സ്ഥാനാർത്ഥിയാക്കാനും തീരുമാനിച്ചു. K കരുണാകരനും പാണക്കാട് ശിഹാബ് തങ്ങളും BJP നേതാക്കളും പ്രചരണത്തിനെത്തി. K മാധവൻകുട്ടിയെ KM കുട്ടി എന്ന് അഭിസംബോധന ചെയ്താണ് ശിഹാബ് തങ്ങൾ പ്രസംഗിച്ചതെന്നതും ചരിത്രം. TK ഹംസയായിരുന്നു ഇടതുമുന്നണിക്ക് വേണ്ടി ബേപ്പൂരിൽ മത്സരിച്ചത്. 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് TK ഹംസ ജയിച്ചു കയറിയത്. 52% വോട്ട് ഹംസയ്ക്ക് ലഭിച്ചപ്പോൾ 47% വോട്ട് മാധവൻകുട്ടിക്ക് ലഭിച്ചു. വടകരയിൽ പൊതു സ്ഥാനാർത്ഥിയായി മത്സരിച്ച രത്നം സിംഗും പരാജയപ്പെട്ടു. ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ച കോൺഗ്രസ് എസിലെ KP ഉണ്ണികൃഷ്ണനാണ് വടകരയിൽ വെന്നിക്കൊടി പാറിച്ചത്. 49% വോട്ട് ഉണ്ണികൃഷ്ണൻ നേടിയപ്പോൾ 47% വോട്ടാണ് രത്നം സിംഗിന് ലഭിച്ചത്. മഞ്ചേശ്വരത്തും സഖ്യം പാളി. 1000-ഓളം വോട്ടുകൾക്ക് മാരാർ മഞ്ചേശ്വരത്ത് പരാജയപ്പെട്ടു. ധാരണയനുസരിച്ച് BJP പ്രവർത്തിച്ചെങ്കിലും തന്ത്രപൂർവ്വം കോൺഗ്രസ് ചതിച്ചെന്നാണ് രാഷ്ട്രീയ ഉപശാലകളിലെ സംസാരം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.